ഡോക്ടർമാർ മരുന്നെഴുതി തരുന്ന കുറിപ്പടികൾക്ക് വ്യക്തത വേണമെന്ന് ഓൾ കേരള കെമിസ്റ്റ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ. സംസ്ഥാനത്ത് വ്യാജ മരുന്നുകളുടെ വിതരണം തടയാനും ഗുണനിലവാരം ഉറപ്പാക്കാനും കർശന നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ സംഘടനയുടെ പൂർണ്ണ പിന്തുണയെന്നും സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ. ഈ ഔഷധ വ്യാപാരികളുടെ സംഘടനയായ ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹികളാണ്. എൻ്റെ പേര് എൻ മോഹൻ, ഞാൻ സംസ്ഥാന പ്രസിഡന്റാണ്. മിസ്റ്റർ ആന്റണി തരിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. മിസ്റ്റർ വി അൻവർ സംസ്ഥാന ട്രഷററാണ്. ഞങ്ങൾ നിങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നത്, അടുത്ത ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. കേരളത്തിലെ മരുന്ന് ഷോപ്പുകളിൽ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം, ലഹരി മരുന്നുകൾ വിൽക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്. അതിനെക്കുറിച്ച് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. കേരളത്തിൽ ഞങ്ങളുടെ സംഘടനയിൽ 15,000-ഓളം മെമ്പർമാരുണ്ട്. ഞങ്ങളുടെ ഒരു മെമ്പർമാരും പോലും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തികളിലും ഏർപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, എവിടെയെങ്കിലും അത്തരത്തിലുള്ള ആശാസ്യമല്ലാത്ത പ്രവൃത്തികൾ ഉണ്ടാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ആ വിവരം ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എക്സൈസിനെയും പോലീസിനെയും അറിയിക്കുന്ന ദൗത്യം കൂടി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് മട്ടാഞ്ചേരി പോലുള്ള സ്ഥലങ്ങളിൽ ചില മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ഈ സിറിഞ്ചുകൾ ആൾക്കാർ കൂടുതലായിട്ട് വാങ്ങുന്ന അനുഭവം വരുമ്പോൾ അത് ഞങ്ങളുടെ മെഡിക്കൽ ഷോപ്പുകൾക്കാണ് എളുപ്പം അത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നത്. സാധാരണ എന്തെങ്കിലും ഒരു ആവശ്യം ഇപ്പോൾ ഒരു സിറിഞ്ച് മേടിക്കാം, പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് കുറേ സിറിഞ്ചുകൾ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ ഉള്ള പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം എന്നുള്ള അനുമാനം ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെയും പോലീസിനെയും അറിയിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അടുത്തിടയ്ക്ക് ചാവക്കാട് ഒരു ഇഷ്യൂ ഉണ്ടായി. ഈ ലഹരി മരുന്ന് കഴിക്കുന്ന കുട്ടികൾ അവരുടെ കണ്ണിൽ പീപ്പിൾസ് കൃഷ്ണമണി ചുമന്നിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ കൃഷ്ണമണി ചുമന്നിരിക്കുന്നത് എന്താണ് എന്ന് മാതാപിതാക്കൾ അന്വേഷിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള കണ്ണിലൊഴിക്കുന്ന ക്ലിയറോസിൻ എന്ന് പറയുന്ന ഡ്രോപ്സ് ഉണ്ട്. അപ്പോൾ അതും ഇതേപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ ഒരെണ്ണം വന്ന് വാങ്ങുമ്പോൾ സാധാരണ കേസിൽ പ്രിസ്ക്രിപ്ഷനോട് കൂടി വന്ന് കൊടുക്കും. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത് വാങ്ങുമ്പോൾ അവർ അന്യോന്യം ഞങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ആ റീറ്റെയിൽ മെഡിക്കൽ സ്റ്റോർ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഇത്തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻ വ്യാജമായിട്ടുള്ള അന്വേഷണവും വ്യാജമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ പോകുന്നുണ്ട്, അതുകൊണ്ട് അത് അന്വേഷിക്കണം, സൂക്ഷിക്കണം എന്നുള്ള മെസ്സേജ് കൊടുത്തിട്ട് അത്തരത്തിലുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ബന്ധപ്പെട്ട അധികാരികളെ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് പൊതുജന താല്പര്യത്തോടു കൂടി ചെയ്യുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ഔഷധ വ്യാപാരികൾ. യാതൊരു സംശയമില്ല, അതിൻ്റെ ഒരു 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 എന്താ പറയുക ക്രെഡിറ്റ് നമ്മുടെ കേരളത്തിലെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യക്ഷമത കൂടി ആണ് അതിൻ്റെ കാരണം. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് പല ആൾക്കാർക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേരളത്തിൽ റീറ്റെയിൽ മെഡിക്കൽ സ്റ്റോറിൽ കൂടുതലായിട്ടും അത് വിമൻ മാൻഡാണ്, സ്ത്രീകളാണ് അത് മാനേജ് ചെയ്യുന്നത്. ഏത് സംരംഭവും സ്ത്രീകൾ മാനേജ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യക്ഷമത കുറച്ചുകൂടി കൂടുമെന്നുള്ളത് സത്യമാണ്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റും സാധ്യതയില്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ഔഷധ വ്യാപാരി സമൂഹം. എന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ കേരള ഗവൺമെൻറ് തുടങ്ങിയിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന് പരിപൂർണമായിട്ട് പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും ആരോഗ്യ വകുപ്പ് മന്ത്രിയെയും നമ്മൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ, ഈ പല മെഡിക്കൽ സ്റ്റോറുകളിലും പ്രത്യേകിച്ച് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവരുടെ വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്താ വെച്ചാൽ അത് ഡിസ്കൗണ്ട് ബോർഡുകൾ, ഇംഗ്ലീഷ് മരുന്നുകൾ 10% മുതൽ 60% വരെ വിലക്കുറവിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ഡിസ്കൗണ്ട് ബോർഡുകൾ പ്രദർശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് കേരളത്തിലെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിനും കഴിഞ്ഞ മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ ഞങ്ങൾ കണ്ട് നിവേദനം സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സർക്കുലർ ഉത്തരവ് ഇറക്കുകയുണ്ടായി. യാതൊരു കാരണവശാലും മെഡിക്കൽ സ്റ്റോറുകളിൽ ഇത്തരത്തിലുള്ള അപകീർത്തി ഉണ്ടാക്കുന്നതും വ്യാജമായിട്ടുള്ള ഡിസ്കൗണ്ട് ബോർഡുകൾ വയ്ക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അതിനെതിരെ
ഒരു കൂട്ടം ഔഷധ വ്യാപാരികൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോയി ന്യായം കൊടുക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജൂൺ മാസം 19-ാം തീയതി ഇത്തരത്തിൽ ബോർഡുകൾ വെക്കാൻ പാടില്ല എന്നുള്ള ഡ്രസ് കൺട്രോളിൻ്റെ നിർദ്ദേശം ശരിയാണെന്നും അത് പൊതുജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്നും അതുകൊണ്ട് ആ ബോർഡുകൾ വെക്കാൻ പാടില്ലാത്തതാണ്, അതിനെ വെക്കുന്ന ആൾക്കാർക്ക് അന്വേഷണം നടപടി എടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മീഡിയ ത്രൂ ജനങ്ങളിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഡിസ്കൗണ്ട് ബോർഡുകളുടെ ആ ഒരു എന്താ പറയുക ആകർഷണത്തിൽ ഔഷധ വ്യാപാരികൾ മരുന്ന് വ്യാപാരികൾ മരുന്ന് ഷോപ്പുകളിൽ വയ്ക്കാൻ പാടില്ല എന്നുള്ള കാര്യം കർശനമായിട്ട് നടപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിവേദനം. രണ്ടാമത്, കേരളത്തിൽ നമുക്കറിയാം ഈ വ്യാജ മരുന്നുകളും ഗുണനിലവാരം ഇല്ലാത്ത മരുന്നുകളും വിൽക്കപ്പെടാത്ത ഒരേ 2 സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ പറയുന്നതല്ല, ഡോക്ടർ ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് ഡോക്ടർ R.A. മഷേർക്കർ എന്ന് പറയുന്ന CSIRൻ്റെ സയൻറ്റിസ്റ്റിൻ്റെ ചെയർമാൻഷിപ്പിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായി. ആ കമ്മിറ്റി പാർലമെൻറ്റിൽ കൊടുത്ത റിപ്പോർട്ടിൽ ഈ വ്യാജമരുന്നുകളും അല്ല ഗുണനിലവാരം ഇല്ലാത്ത മരുന്നുകൾ വിൽക്കാത്ത ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ, ഒന്ന് ഗോവയും ഒന്ന് കേരളവുമാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉത്തരവാദിത്വത്തോടു കൂടി നിർമ്മാതാവ് അപ്പോയിന്റ് ചെയ്യുന്ന വിതരണക്കാർ അവർ വഴി മരുന്നുകൾ റീറ്റെയിൽ മെഡിക്കൽ സ്റ്റോറുകളിലേക്കും ആശുപത്രികളിലേക്കും ഡോക്ടർമാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു 3-tier സംവിധാനമാണ്. പക്ഷേ ഈ GST നടപ്പിലാക്കിയ മുതൽ ഇത് ഏത് സംസ്ഥാനത്തും ആർക്കും മരുന്നുകൾ വാങ്ങാം എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ പരമ്പരാഗതമായിട്ട് വ്യാപാരം ചെയ്യുന്ന ആൾക്കാർ ഈ വക പരിപാടികളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഏത് വിധേനയും വിപണി പിടിച്ചെടുക്കുക എന്നുള്ള നിലയിൽ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള കുറേ ആൾക്കാർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള മരുന്നുകൾ വാങ്ങി വിൽപ്പന നടത്തുന്നതായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ബോധ്യമായിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് പോയി അന്വേഷണം നടത്തിയിട്ടുണ്ട്. അന്വേഷണം നടത്തിയപ്പോൾ ഈ പറഞ്ഞ മരുന്നുകളൊക്കെ കമ്പനിക്കാരുടെ അംഗീകൃത വിതരണക്കാരിൽ നിന്ന് അല്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുകയും അതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പറേഷൻ ഡബിൾ ചെക്ക് എന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അത് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളുടെ ആവശ്യം സർക്കാരിനോട് ഉള്ള ഞങ്ങളുടെ ഡിമാൻഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നടന്നിരുന്ന പോലെ കേരളത്തിൽ ഔഷധ വ്യാപാരം അംഗീകരിച്ചിട്ടുള്ള നിർമ്മാതാവ് അവർ അപ്പോയിന്റ് ചെയ്യുന്ന ഓതറൈസ്ഡ് സ്റ്റോക്കിസ്റ്റ് അതുവഴി റീറ്റെയിൽ വ്യാപാരികൾക്ക് ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു പഴുതുകളില്ലാത്ത ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. അതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള ഈ വ്യാജമരുന്നുകളോ നാർക്കോട്ടിക് ഡ്രഗ്സോ അതിൻ്റെ ഒന്നും വിപണനം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവും. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഏതാണ്ട് കേരളത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല, ഒരു സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ ഒരു 10-15,000 ചേരുവകളെങ്കിലും ഉണ്ടാവും. ഒരേ കമ്പനികൾ തന്നെ പല വിധത്തിൽ പല പേരിൽ ഒരേ മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ മരുന്നുകളുടെ ഒന്നും ഗുണനിലവാരം പരിശോധിക്കാനുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് പര്യാപ്തമല്ല. ആപ്പാടെ നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു കാക്കനാട് ഒരു റീജിയണൽ ഡ്രഗ് ടെസ്റ്റിംഗ് ലാബറട്ടറി ഉണ്ട്, പേരിന് വേണ്ടിയിട്ട് തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ഈ വക ആ ലാബറട്ടറികൾ കുറച്ചുകൂടി കാര്യക്ഷമമാക്കുകയും ഗുണനിലവാരം പരിശോധന കർശനമാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. ഞങ്ങളുടെ അവസാനത്തെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് കുറിപ്പടി ഇല്ലാതെ റീറ്റെയിൽ മെഡിക്കൽ സ്റ്റോറിൽ കൂടി മരുന്നുകൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഞങ്ങൾ സ്വാഗതം ചെയ്യും. പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വളരെ അത്യാവശ്യമായിട്ട് പൊതുജന താല്പര്യത്തെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വെച്ചാൽ, ഈ ഡോക്ടർമാരുടെ കുറിപ്പടി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു നിയമമുണ്ട്. 2002 ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ എത്തിക്സ് ആൻഡ് ഇറ്റിക്വിറ്റീസ് റെഗുലേഷൻ 2002. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഒരു പ്രിസ്ക്രിപ്ഷൻ, എങ്ങനെയായിരിക്കണം ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത്. അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, ആസ് ഫാർ ആസ് പോസിബിൾ ഇറ്റ് ഷുഡ് ബി ലെജിബിൾ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് ആസ് ഫാർ ആസ് പോസിബിൾ ഇൻ ജനറിക് നെയിംസ് ആണ്. നിങ്ങൾക്കും അറിയാം, നമ്മൾക്കും അറിയാം, കേരളത്തിൽ ഡോക്ടർമാർ എഴുതുന്ന മരുന്നുകൾ കുറിപ്പടികൾ എന്തുകൊണ്ടോ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ട്രഷറെ പോലുള്ള റീറ്റെയിൽ വ്യാപാരികൾക്ക് ഒരു പക്ഷേ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചോളം വായിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്.
അതൊരു ദുരവസ്ഥയാണ്. നിയമം വളരെ വ്യക്തമായിട്ട് അത് അനുശാസിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് അതില്ല. ആ ഒരു കാര്യം ദയവ് ചെയ്തിട്ട് പൊതുജനങ്ങളുടെ താല്പര്യാർത്ഥം ഒന്ന് ആവശ്യപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. ഈ കാര്യം ഞങ്ങൾ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയോട് നിവേദനത്തിൽ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഞങ്ങളുടേതായിട്ട് ഉള്ള ഒരു ക്ലെയിം എന്ന് വെച്ചാൽ ഞങ്ങളുടെ അസോസിയേഷൻ നടത്തുന്ന 2 ഫാർമസി കോളേജുകളുണ്ട്. ഒന്ന് പുത്തൻകുരിശിൽ കെമിസ്റ്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ 500 കുട്ടികൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഓൾറെഡി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങളെ കുട്ടികളെ കൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ തിരുവനന്തപുരത്തൊരു കോളേജുണ്ട്, ജോണിനോ കോളേജ് ഓഫ് ഫാർമസി. അവിടെ അവിടുത്തെ കരമന പോലീസ്, ജനമൈത്രി പോലീസുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇതേപോലെ തന്നെ ഈ നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ വിൽപ്പന പാടില്ല, ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്താണ് എന്നുള്ള കാര്യത്തെക്കുള്ള അവബോധം ഞങ്ങളുടേതായ രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ഞങ്ങളുടെ എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ കൂടി തന്നെ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പതിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ പത്രദിശ മാധ്യമങ്ങളിൽ കൂടി പൊതുജനങ്ങളിൽ എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വിനീതമായ റിക്വസ്റ്റാണ്. 15,000 മെമ്പർമാരുടെ റീറ്റെയിൽ ഹോൾസെയിൽ 2002 ഒരു നിയമമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് പരിഷ്കരിക്കാനായിട്ട് പാർലമെന്റിൽ കൊണ്ടുവന്നു. പക്ഷേ അത് തൽക്കാലം അത് കോൾഡ് സ്റ്റോറായി. പക്ഷേ 2002 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ എത്തിക്സ് ആൻഡ് എറ്റിക്വിറ്റീസ് റെഗുലേഷൻ 2002 അതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ പ്രിസ്ക്രിപ്ഷൻ ഷുഡ് ബി ലെജിബിൾ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് ആസ് ഫാർ ആസ് പോസിബിൾ ഇൻ ജനറിക് നെയിംസ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഡോക്ടർമാരുടെ ആ ഡൊമൈനിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അവരെങ്ങനെ വേണം എഴുതിക്കോട്ടെ, പക്ഷേ ആ എഴുതുന്നത് ലെജിബിൾ ആയിരിക്കണം. അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. അത് പക്ഷേ സർക്കാരിനെ തീരുമാനിക്കുന്ന ഞങ്ങളല്ല. പക്ഷേ ഇന്ത്യൻ സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ആശുപത്രികളിൽ കൂടി ഡോക്ടർമാർക്ക് നിർബന്ധമായിട്ടും രാസനാമത്തിൽ എഴുതാൻ പാടുള്ളൂ അവരുടെ ഡയറക്ഷൻ ഉണ്ട്. അത് അത്രമാത്രം ഫലപ്രദമായിട്ടൊന്നും അറിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പേഷ്യൻറ്റിൻ്റെ അവകാശം കൂടിയാണല്ലോ. നിയമത്തിനേക്കാൾ ഉപരിയായിട്ട് പാൻഡാപ്രസോൾ എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ്. അത് വിപണിയിൽ എത്രയോ കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട്. അത് അവരുടെ പേരിലാണ്. പക്ഷേ ആ പാൻഡാപ്രസോൾ 40 mg അല്ലെങ്കിൽ 20 mg എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കും വായിക്കാൻ ആയിരിക്കണം. പല ഹോസ്പിറ്റൽസും എന്ന് വെച്ചാൽ അവർ ടൈപ്പ് റിട്ടേണാണ്. പല ഹോസ്പിറ്റലിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് എഴുതി തരുന്നുണ്ട്. അതേസമയത്ത് പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്താ വെച്ചാൽ എന്ത് മരുന്ന് തരുന്നുള്ളത് അവർ പേഷ്യൻറ്റിന് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയോ അവരെ അറിയിക്കുകയോ ചെയ്യാത്തൊരു ദുരവസ്ഥയുണ്ട്. അത് നമ്മൾ വികസിത കേരളം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലാണ് ഇതുള്ളത്. അത് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻ്റ് തന്നെ കൊടുക്കുന്ന ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് മരുന്ന് കൊടുക്കുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയുന്നില്ല. അവരതിൻ്റെ പ്രിസ്ക്രിപ്ഷനേ കൊടുക്കുന്നില്ല. എന്ത് മരുന്നാണ് കൊടുത്തതെന്നുള്ളത് നമുക്കറിയില്ല. ഞങ്ങൾ കോൺട്രവേഴ്സിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത് സർക്കാരിൻ്റെ ഡൊമൈനിലാണ്. പക്ഷെ ഇത് തീർച്ചയായിട്ടും ഒരു പൗരൻ്റെ അവകാശമാണ്. ഞാനൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ആ ഡോക്ടർ എഴുതിയിരിക്കുന്ന മരുന്ന് എന്താണെന്ന് എനിക്ക് കൂടി വായിച്ച് മനസ്സിലാകുന്ന വിധത്തിലായിരിക്കണം എന്നുള്ളത് നിയമവും പറയുന്നുണ്ട്. അത് തന്നെ ആയിരിക്കണം. പക്ഷെ അത് നടക്കുന്നില്ല. ഉണ്ട്. 2021 അത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അമെൻമെന്റ്സ് കൊണ്ട് പ്രപ്പോസ് ചെയ്തു. പക്ഷെ അത് അറിയാമല്ലോ, ഡോക്ടർമാരുടെ ലോബി അത്രയും പവർഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എന്ന് വെച്ചാൽ കോൾഡ് സ്റ്റോറേജ് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളൊക്കെ സാധാരണ ഇല്ല. കേരളത്തിൽ അതിനുള്ള നിയമം ചെയ്യാൻ പറ്റില്ല. സെൻട്രൽ ആക്ട് ആണല്ലോ. പക്ഷെ കേരളത്തിൽ ചെയ്യാം. ഞങ്ങൾ കാലാകാലങ്ങളോട് ആവശ്യപ്പെടുന്നത് നിലവിലുള്ള നിയമം നടപ്പാക്കണം. അത് നടപ്പാക്കണമെങ്കിൽ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ പറയുന്നത് മാത്രമല്ല, ഞങ്ങളെയും ഇതിൻ്റെ അടുത്തൊരു കണ്ണിയാണ് ഫാർമസിസ്റ്റ്. അവരൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. IMA ഉണ്ട്, അതേപോലെ തന്നെ പബ്ലിക് ഉണ്ട്, മീഡിയ ഉണ്ട്. ഇങ്ങനെ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ഒരു ചർച്ച കൂടി ഇത് തുടങ്ങി വെക്കണം. അതിന് മുൻകൈ ഉണ്ടാവണം, നിർബന്ധമാണ്. അതെ, അതാണ്. പല പ്രിസ്ക്രിപ്ഷനും വായിക്കാൻ പറ്റില്ല. പിന്നെ ഇതിപ്പോ ചിലപ്പോ ഞാൻ തൃശ്ശൂർക്ക് നോർത്തായിരുന്നു. അപ്പൊ എനിക്ക് വെച്ചാൽ ആ ലോക്കലിലെ ഡോക്ടർമാരെ സ്ഥിരമായിട്ട് കാണുന്നോണ്ട് എനിക്ക് പരിചയമുണ്ട്. ഇതന്നെ ചിലപ്പോ ഒരു കാലിക്കറ്റിന്നോ അല്ലെങ്കിൽ എറണാകുളത്ത് ലിസ്റ്റ് വന്നാൽ നമ്മൾ കടയിൽ സ്റ്റോക്കുകൾ തന്നെ ആവാം, പക്ഷെ മനസ്സിലാവില്ല. ആ നിലക്കാണ് പല ഡോക്ടർമാരെ എടുത്ത് കുറെ ആൾക്കാർ ഇപ്പൊ കുറെ പ്രിന്റഡ് ഫോം ആയിട്ടുണ്ട്. അവന്മാര് വരുന്നുണ്ട്,
പല ആൾക്കാരും അതൊന്നും മാറ്റിക്കണ്ട, അത് IMA ശക്തമായ ഇടപെടൽ നടക്കാവുന്നതാണ്. അതാണ് പ്രസിഡന്റ് സൂചിപ്പിച്ചത്. പിന്നെ ഈ കണ്ണില് പിള്ളേർക്ക് ഇത് ഉപയോഗിക്കുന്നവർക്ക് റെഡിഷ് കളർ വരും. അപ്പൊ അത് പോകാൻ വേണ്ടിട്ട് ഐബോറിക് എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ട്. ഐബോറിക് അതാണ് സാധനങ്ങൾ ശരിക്കും വന്നിട്ട് മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ട് ഞങ്ങളെ കൊടുക്കാറില്ല. അത് ദുരുപയോഗം ചെയ്യേണ്ട. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നപ്പോ അതൊക്കെ ദുരുപയോഗം ചെയ്യേണ്ട. അപ്പൊ അതും കൂടെ ഞങ്ങള് ഒരു ഭാരം ഏൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അപ്പൊ അതും കൂടെ ഗവൺമെന്റ് ഭാഗത്ത് തടുക്കണം എന്നുള്ളതാണ് റിക്വസ്റ്റ്. നിയമം അനുശാസിക്കുന്നില്ല, ഞങ്ങൾ ആൾക്കാർ ചെയ്യാറുമില്ല സാർ. അത് അങ്ങനെയല്ല. പിന്നെ ആന്റി മോസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു റീജിയൻ ലെവലിൽ നാട്ടുപുറത്താണെങ്കിൽ അവർക്ക് പരിചയം ഡോക്ടറാണ്, ആ ഡോക്ടർ ഇത് മാറ്റി കൊടുത്തൂടെ എന്ന് ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഇല്ല, പിന്നെ അത് മാത്രമല്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് കമ്പനിയുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാലും കിട്ടുന്നതിൽ ആവശ്യമായ ഒന്നാണ്. ഇല്ല ഇല്ല കറക്റ്റ് അല്ല. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുപാട് നമ്മള് ആദ്യം കുറഞ്ഞ വർഷം ആ എഴുതുന്ന മരുന്നുകൾ എന്താണെന്ന് രോഗിയോട് പറയാനുള്ള രീതിയെങ്കിലും വേണം. അല്ല, അത് ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴത്തെ നമ്മുടെ റെസ്റ്റോറന്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ വിജിലന്റ് ആണ്. അവര് ചില പീരിയോഡിക്കലായിട്ട് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. ഫാർമസി കൗൺസിലിന്റെ അവരുടെ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ബോധപൂർവ്വം അല്ല മനഃപൂർവ്വം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവർ അന്വേഷണം നടത്താറുണ്ട്, നടപടി എടുക്കാറുണ്ട്, കടകൾ സസ്പെൻഡ് ചെയ്യാറുണ്ട്. അതിലൊന്നും ഞങ്ങൾ എതിരില്ല. നിയമത്തിന്റെ രീതി ചെയ്യണം. പക്ഷെ ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വളരെ വളരെ ഇല്ല എന്ന് തന്നെ പറയാം. 99% ലൈസൻസുകൾ ലോ അബൈഡിംഗ് ആണ്. അതിന് ഉദാഹരണമായിട്ട് നാം കാണുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും പിടിക്കുന്ന ബൾക്കായിട്ടുള്ള ട്രാങ്കുലേഷൻ മരുന്നുകളിൽ ഉറവിടം നോക്കിയാൽ അത് കേരളത്തിൽ നിന്ന് ആയിരിക്കില്ല. അത് മിക്കവാറും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കേരളത്തിലുള്ള ഔഷധ വ്യാപാരികൾ അങ്ങനെയുള്ള ഒരു പ്രവണതയിലേക്ക് ഇറങ്ങിത്തിരിക്കാറില്ല. അല്ല, അത് തന്നെയാണ് സാർ പറഞ്ഞത്. പ്രദർശിപ്പിക്കാൻ പാടില്ലാത്ത ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇത് മിസ്ലീഡിംഗ് ആണ്. കാരണം ഈ പ്രദർശിപ്പിക്കുന്നത് 5% മുതൽ 60% വരെയാണ്. പക്ഷെ കൊടുക്കുന്നത് 5%, 6% ആയിരിക്കും. അത് MRP-യേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നതിന് ആരും എതിരില്ല. പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇതൊരു അരിയും പരിപ്പും പോലെ അല്ലല്ലോ. ഇതൊരു അതിന് ഒബ്ജക്ഷനോ മാജിക് റെമഡീസ് ആക്ട് എന്ന് പറഞ്ഞ നിയമമുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തതയോട് പറഞ്ഞിട്ടുണ്ട്. ഫാർമസി കൗൺസിലിൽ തന്നെ നിയമമുണ്ട്. ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻ 2015. ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻ 2015 വ്യക്തമായിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫാർമസിസ്റ്റ് യാതൊരു കാരണവശാലും ഒരു രോഗിയെ വശീകരിക്കുന്ന വിധത്തിലുള്ള പ്രവണതകളിൽ ഏർപ്പെടാൻ പാടില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് റദ്ദ് ചെയ്യേണ്ടതാണ്. നിയമങ്ങളൊക്കെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് സാർ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താ വെച്ചാൽ അതൊന്നും പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ കുറഞ്ഞ പക്ഷം ഈ ഡോക്ടർമാരുടെ കുറിപ്പടി എലിജിബിളും ബോർഡ് ലെറ്റേഴ്സിലാകണം എന്നുള്ള കാര്യമെങ്കിലും ഒന്ന് നടപ്പാക്കി കിട്ടിക്കഴിഞ്ഞാൽ. ഫാർമക്കോളജിയുടെ സ്ഥലങ്ങളിൽ ചോദിച്ചല്ലോ, ഇത് പരിചയക്കുറവോട്ടാണ് വായിക്കാൻ പറ്റാത്തത്. ഇത്തരം വാക്കുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലെറ്റേഴ്സ് അത് വായിക്കാൻ വല്ല പരിപാടി എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ട്, ഒരു കുട്ടിയുണ്ട്. അതൊക്കെ ഞങ്ങൾ എന്താ ചെയ്യുന്നത്, ഞങ്ങളുടേതായ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടും ഇതില് മൂന്നാമത്തെ മരുന്ന് എന്താണ്. അല്ല, ഞാൻ അങ്ങനെ ചോദിച്ചേ, ഇത് ഈ ഡോക്ടേഴ്സിന് പ്രിസ്ക്രിപ്ഷൻ വായിക്കാൻ വേണ്ടി ഈ ഫാർമസിസ്റ്റിനെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം? അല്ല, ഈ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാർമസി കരിക്കുലം ഇല്ല. ഇതിന്റെ പാർശ്വഫലങ്ങൾ എന്താണെന്ന് പറയാനും പഠിക്കുക. അതാണ് ഇദ്ദേഹം കാൽപ്പോട് കുട്ടികൾക്ക് പാരസെറ്റമോൾ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ കാൽപ്പോൾ സീക്ക് വരുമ്പോൾ കേരളത്തിട്ടു വരച്ചു പോയതാണ്. ഇതിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ച് തിരിച്ചു അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്കത് അറിയുന്നതുകൊണ്ട് ഞാൻ ഒരു ഡോക്ടറെ വിളിച്ച് ഡോക്ടറെ കാൽപ്പോൾ തിരിച്ചാണ് കട്ട് ചെയ്ത് കൊടുക്കാന്നൊക്കെ എടുത്തു കൊടുത്തു.
വേറെ സ്ഥലത്ത് ഇല്ലാന്നൊക്കെ പറഞ്ഞേക്കുള്ളൂ. അപ്പൊ ഡോക്ടറെ പറ്റുന്ന ഡിസ്ട്രിക്റ്റ് ആണത്. സിക്ക് വരും എഴുതിണ്ടാവും. ഇത്തരം ബുദ്ധിമുട്ടുകൾ പറഞ്ഞത്. മറ്റേ നമുക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രിസ്ക്രിപ്ഷനും നമ്മളെ കയ്യിൽ പ്രൊഡക്റ്റും അറിയാം. അവർ കറക്റ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റ് തുറക്കാൻ പറ്റും. ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ചിലവര് നിങ്ങൾക്ക് അറിയാലോ, ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ വായിക്കുന്ന എളുപ്പമല്ല അങ്ങനെ കുത്തി വരയ്ക്കുന്ന പോലെ അത് ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കൂടുതൽ പ്രശ്നങ്ങൾ കാണുന്നത്. അതൊന്ന് ക്ലിയർ ആക്കുന്നതാണ് സൂചിപ്പിച്ചത്. മെമ്പർഷിപ്പ് ഉള്ളതില്ലേ ഡിസ്കൗണ്ട് ബോർഡുകളെ സ്ഥാപിക്കുന്നവരെ അല്ല, ഡിസ്കൗണ്ട് ബോർഡുകൾ പാടില്ല എന്ന് നിയമം പറയുന്നതുകൊണ്ട് ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും പറഞ്ഞു അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് വിരോധമില്ല. അത് മാറ്റിയെടുക്കണം, അത് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഡിപ്പാർട്ട്മെന്റ് അതിന് നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി വിധി വന്ന സ്ഥിതിക്ക് 19-ാം തീയതിയാണ് വിധി വന്നത്. നാച്ചുറലി ഞങ്ങൾ ആരോഗ്യ വകുപ്പിൽ നേരിട്ട് കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറുണ്ട്. ഡിപ്പാർട്ട്മെന്റും അതിലേക്കുള്ള നടപടികളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റ് അവസാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേഷൻ ഡബിൾ ചെക്ക് ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അനധികൃതമായിട്ടോ അധികൃതമായിട്ടോ വാങ്ങുന്ന ആൾക്കാരുടെയൊക്കെ സ്ഥലത്ത് പോയിട്ട് അവർ വാങ്ങുന്ന മരുന്നുകൾ അത് ഗുണനിലവാരമുള്ളതാണോ ഇല്ലയോ, അതിന് പ്രോപ്പർ ബില്ലിംഗ് ഉണ്ടോ എന്നൊക്കെയുള്ള പരിശോധനയായിട്ട് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരള സംസ്ഥാനത്തിൽ വിൽക്കുന്ന മരുന്നുകൾ കേരള സംസ്ഥാനത്തിൽ നിന്ന് തന്നെ കമ്പനികളുടെ ഡിപ്പോ തുടങ്ങിയിട്ട് അവരിൽ കൂടി മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ശ്രമം ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ജൂറിസ്ഡിക്ഷൻ കേരള സംസ്ഥാനത്തിലെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ജൂറിസ്ഡിക്ഷൻ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പോലീസുകാരെ പോലെ കർണാടകയിൽ ഒരു ഒഫൻസ് നടത്തിയാൽ കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ അവിടെ പോയിട്ട് അന്വേഷണം നടത്താനോ നടപടിയെടുക്കാനോ നിയമത്തിൽ പറയുന്നില്ല. പക്ഷെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാൻ സാധിക്കുക. അത്തരത്തിലുള്ള നടപടികളായിട്ട് ഡിപ്പാർട്ട്മെന്റ് പോകുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് ആക്കം കൂട്ടാനുള്ള ഒരു സഹകരണം ഉണ്ട്. അല്ല, ഡിസ്കൗണ്ട് ഒന്നുമില്ല. അല്ല, കമ്മീഷൻ ഇന്ത്യയിൽ ഞങ്ങളുടെ ഓഫ്ഷോർ വ്യാപാരികളുടെ സംഘടനകളും നിർമ്മാതാക്കളുടെ സംഘടനകളുണ്ടല്ലോ, ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതനുസരിച്ചിട്ട് ഏത് മരുന്നാണെങ്കിലും ആ മരുന്നിന് ഒരു റീറ്റെയിൽ വ്യാപാരിക്ക് 16% ലാഭം കൊടുത്തിരിക്കണം, ഹോൾസെയിൽ വ്യാപാരിക്ക് 8% ലാഭം കൊടുത്തിരിക്കണം. ഇത് നിർബന്ധമാണ്. എന്ന് മാത്രമല്ല ഇതിന്റെ വില ഫിക്സ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഇതാണ്. അപ്പോൾ ഏതൊരു മരുന്നും അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമാഗ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഈ പുതിയ ഇതുണ്ടല്ലോ, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് ഓഫ് പേറ്റന്റായി. അപ്പോൾ ഇന്ത്യയിൽ 19ഓളം കമ്പനികൾ ഏതാണ്ട് 100ഓളം ബ്രാൻഡുകൾ വിൽക്കുന്നുണ്ട്. പക്ഷെ ആ സിമാഗ്ലിറ്റ്യൂഡ് എന്ത് വിലയ്ക്ക് വിൽക്കണം എന്ന് കമ്പനിയല്ല തീരുമാനിക്കുന്നത്, ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി അത് മാക്സിമം. അതിൽ 16% റീറ്റെയിൽ വ്യാപാരിക്ക് കൊടുക്കണം, 8% ഹോൾസെയിൽ വ്യാപാരിക്ക് കൊടുക്കണം. ഇതാണ് നിയമം. ഷെഡ്യൂൾ കെയിലായിരുന്നു കപ്സിറപ്പുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ ഷെഡ്യൂൾ കെ എന്ന് പറയുന്നത് വെച്ചാൽ ലൈസൻസ് ഇല്ല, ഫാർമസിസ്റ്റിന്റെ അഭാവത്തിൽ കൊടുക്കാൻ പറ്റുന്ന സാധാരണ കുറെ മരുന്നുകളാണ്. അതൊക്കെ 1940 നിയമം ഉണ്ടാക്കി അന്ന് എഴുതി വെച്ചതാണ്. കാരണം അന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഡോക്ടർമാര് വീട്ടിൽ പോയിട്ട് അവരുടെ അപ്പറേറ്റസുമായിട്ട് പോയിട്ട് രോഗിയെ പരിശോധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത്യാവശ്യം രോഗിക്ക് കൊടുക്കാനുള്ള മരുന്നുകൾ അവർക്ക് സൂക്ഷിക്കാം എന്നുള്ളതാണ് വ്യവസ്ഥ ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് അത് മാറിയിട്ട് എല്ലാ ഡോക്ടർമാരും അവരുടെ വീടുകളിൽ ക്ലിനിക്കുകൾ തുടങ്ങുന്ന ഒരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലൊക്കെ കപ്സിറപ്പുകൾ പിടിച്ച് കുട്ടികൾ മരിച്ചപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ എന്താ പറയുക ക്വാളിറ്റിയെ കുറിച്ച് സംശയം വന്നപ്പോഴാണ് ഗവൺമെന്റ് പുതിയ തീരുമാനമെടുത്ത് ആ കപ്സിറപ്പുകൾ ഈ ഷെഡ്യൂൾ കെയിൽ നിന്ന് മാറ്റിയിട്ട് പ്രിസ്ക്രിപ്ഷൻ ഐറ്റമായിട്ട് കൊടുക്കണമെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇവൻ അതർവൈസ് നമ്മൾ ആ പ്രിസ്ക്രിപ്ഷൻ തന്നെയാണ് കൊടുക്കുന്നത്. താങ്ക്സ്.